പിന്നെ മൈക്കിന്റെ ചെയ്യാതിരിക്കുക മോനെ, നമുക്ക് ഇഷ്ടം പോലെ മൈക്കല്ല ഉള്ളത് ഇവിടെ. പിന്നെ അതാ ലൈറ്റ് പിന്നെ നമുക്ക് പഞ്ഞില്ലാത്തതുകൊണ്ട് നോക്കിയാൽ ഡിസ്പ്ലേയിൽ വെച്ച് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷംസി ഇതവിടെ മൈക്കൊക്കെ അറിഞ്ഞു നിൽക്കണം. ഷംസി സെറ്റല്ലേ? അപ്പൊ നമ്മളെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് മൈക്കിന് പറ്റി ചെയ്യാന്ന്. അതിനല്ലേ അത്ര സാധനം അറിഞ്ഞു വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. ഇനിയും സാധനം വരാണ്ട് ഇഷ്ടം പോലെ അല്ലേ? മൈക്കിൽ എല്ലാ കളക്ഷനും ഉണ്ട്. എല്ലാ കളക്ഷനും കുറച്ചുകൂടി എടുത്തിട്ട് വരാം. കുറച്ചുകൂടി എടുത്തിട്ട് വരാന്ന് കണ്ടോ, ആ കൂടെ വരട്ടെ. ഇഷ്ടം പോലെ ഡിജെന്റെ സാധനം എത്ര കളക്ഷൻസ് ഉള്ളത് അറിയോ? ഡിജെയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കംസി. ഡിജെയിലുണ്ട്, ബോയലുണ്ട്, സെറാമോണിക് ഉണ്ട്, മൈക്ക് 1 മൈക്ക് 2 ഹോളിലാൻഡിലുണ്ട്. എല്ലാ ടൈപ്പ് മൈക്കുണ്ട്. ഇനിയുണ്ട് മൈക്ക്, ഇനി എടുത്തിട്ട് വരാം. റോഡിന്റെ മൈക്കും ഉണ്ട്, എല്ലാ പ്രൊഫഷണൽ ടൈപ്പും ഉണ്ട്. പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും അതിന്റെ ഹാൻഡിലും അതിന്റെ മൈക്കും എല്ലാം ഉണ്ട് കേട്ടോ. ലുമിനോ ഫോക്കസ് ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ പോഡ്കാസ്റ്റിന്റെ സെറ്റപ്പ് ഇവിടുന്നാണ് വാങ്ങിച്ചത്. നമ്മളെ റോഡിന്റെ 2 മൈക്കും അതിന്റെ ഈ 2 സ്റ്റാൻഡും വാങ്ങിച്ച്, പിന്നെ ഒരു സ്റ്റാൻഡ് മേടിച്ച് മൈക്ക് മേടിച്ച്, പിന്നെ 2 ലൈറ്റ് വാങ്ങിച്ച്, പിന്നെ മറ്റേ XLR കേബിള് വാങ്ങിച്ച്, പിന്നെ ഒരു ട്രാൻസ്മിറ്റർ, സ്റ്റുഡിയോ സെറ്റപ്പിന്റെ എല്ലാ സാധനവും വാങ്ങിച്ചു. അതെ, ഒരു മറ്റേ റോഡിന്റെ തന്നെ ഇന്റർഫേസ് ഓഡിയോ ഇന്റർഫേസ് വലുത് അതും വാങ്ങിച്ച് എല്ലാം സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ ഷംസിജി ഓടുന്ന ഇത്ര സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. സത്യം ഞാനോട് വേറെ കാര്യം പറയട്ടെ, ഈ ഒരു സാധനം ഇവിടെ നമുക്ക് ഇൻ സ്റ്റോക്കാണ്. പക്ഷേ എന്നാലും ഇതിലില്ലാത്ത, അതായത് നമ്മളിപ്പോൾ നോക്കിയേ ഇത്ര വലിയ സാധനം, നമ്മളെ പ്രൊഫഷണൽ ടൈപ്പ് സാധനം റോഡിൻ്റെ ഇത് മുതൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയതാ ബോയുടെ BV V20 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ മോഡൽ ഇത്ര വരെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നീ ഇതെല്ലാം അതിന് ഞാൻ നിന്നെ സമ്മതിച്ചു. പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ സാധനം ഇത്ര ഇവിടെ ഉള്ളത് എനിക്കറിയോ? പക്ഷെ ഇത്രപാട് ക്വാണ്ടിറ്റി ഉള്ള ചില സാധനങ്ങളെല്ലാം ഇത് മാത്രല്ല, ഇനിയുണ്ട് ഗോഡൌണിലും കുറച്ച് റൂമിലും കുറച്ച് സാധനങ്ങളുണ്ടല്ലേ. എല്ലാ സാധനം ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും നമ്മൾ മിസ്സായിട്ടുണ്ടോ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ആ സാധനം എടുത്തു അല്ലേ? മാക്സിമം നമ്മൾ A to Z സാധനങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കല. അതിങ്ങനെ ഇപ്പൊ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറച്ച് സാധനങ്ങൾ ഫില്ല് ഇനി ഇങ്ങനെ ഫില്ലായി കൊണ്ടുവരണം. ഫോട്ടോഗ്രാഫിയിൽ ഒരു കടല. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് കസ്റ്റമർ ചോദിച്ചു വരുന്ന സാധനം ആ സാധനം ഉണ്ടാവില്ല. അപ്പൊ അത് അതാ ഞാൻ പറഞ്ഞത്, ആദ്യം വരുന്നതിന് മുന്നേ മെസ്സേജ് അയച്ചാൽ നമുക്ക് സാധനം അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര സാധനം സ്റ്റോറേജ് എത്ര സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാലും ചില സാധനങ്ങൾ കസ്റ്റമർ നമ്മളെ കാട്ടി അഡ്വാൻറ്റേജാ. പുതിയ ട്രെൻഡ് സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് വിളിച്ചു പറഞ്ഞാൽ അറേഞ്ച് ചെയ്ത് വെക്കും. എല്ലാ സാധനം ഉള്ളിടത്ത് നിർത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ് എല്ലാ സാധനം ഉണ്ട്, ചെറിയ മുതൽ വലിയ മൈക്ക് വരെ എല്ലാ സാധനം വരും. ഇനിയുണ്ട് ഇതെന്നുള്ള മൈക്ക്, ഇനിയുണ്ട് മൈക്ക്. ശരി, വെക്കാൻ സ്ഥലമില്ല, നമുക്ക് അടുത്തേലും ഒന്നും കൂടി ചെയ്യാതെ കുറെ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന്. ഓക്കെ, അപ്പം പിന്നെ അതിന്റെ കൂടെ തന്നെ ഓളിലാൻഡിന്റെ ലാർക്ക് M2S ഈ സാധനം ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ടോ? ഇത് എനിക്ക് റിവ്യൂ ഉണ്ടോ ഷംസി? ഫുൾ റിവ്യൂ ഇത് ഞാൻ റൂം കൊണ്ടുപോയിട്ട് ഓട്ടോമാറ്റിക് സൂപ്പർ റിവ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം ഇതാ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീ നമുക്ക് ഇനി ഇരുന്ന് സംസാരിക്കാം. എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉള്ളത്? ഇതാണ് നമ്മുടെ ബേസ് ആയിട്ട് വരുന്ന മോഡൽ. ഇതിൽ തന്നെ ഇതുണ്ട്, ക്യാബിൾ ഉള്ളതും ക്യാബിൾ ഇല്ലാത്ത 2 ടൈപ്പ് മൈക്കാന്ന് വരിക. ഓക്കെ, പണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ സാധനമായിരുന്നു ട്രെൻഡിങ്. അന്നേരല്ലേ രാകേഷും വിനീഷേട്ടനും അജയ് എല്ലായിടത്തും ഈ സാധനം ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ വന്ന ബോയന്റെ മൈക്ക് ഈ ഒരു മോഡൽ മൈക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കേബിളോട് കൂടി അതെ എന്നിട്ട് ഈ കേബിൾ നമ്മൾ ഷർട്ടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് കേബിൾ കണക്ട് ചെയ്തിട്ട് ക്യാമറ കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് അതാണ് ട്രെൻഡ്. പിന്നെ പോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന രീതിയിൽ 2 മൈക്ക് വരുന്നത് വരാൻ തുടങ്ങി. കാരണം ഒരു ബിഗിനേഴ്സിനെല്ലാം ഏറ്റവും നല്ലത് തന്നെയാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി എല്ലാം ഉണ്ട്. പിന്നെ അത് മാറി വയർലെസ് ആയി മാറി. അതെ, ഇപ്പോഴാണ് പിന്നെ റോഡിന്റെ വയർലെസ്സും ഡിജെന്റെ, പിന്നെ DJ മൈക്ക് ഇറക്കാൻ തുടങ്ങിയ ശേഷം സാധനം വേറെ ലെവലായി മാറി. ക്വാളിറ്റി അതിലെല്ലാം കുറെ ക്വാളിറ്റി ഉണ്ടെന്ന്. ഗോഡക്സിൽ മൈക്കുള്ള ഞാൻ അറിഞ്ഞില്ല. ഗോഡക്സിന്റെ ഏതൊക്കെ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത്? ഗോഡക്സിന്റെ ഇതാ മാജിക് XT1 ഈ ഒരു മോഡലുണ്ട്, പിന്നെ ഈ ഒരു മോഡലുണ്ട്. മാജിക് XT1 WC Kit 2 ഈ സാധനം അല്ലേ? ചെറിയ മൈക്ക്. അത് ഫസ്റ്റ് ചെറിയ മൈക്ക് വന്നത് ഗോഡക്സിലാണ്. ഇത് 2 മൈക്കും ഒരു റിസീവർ ഉള്ള ടൈപ്പ്. ഇതിന് എത്ര പ്രൈസ്? ഇതിന് 290. ഓക്കെ, പിന്നെ വേറെ ഏതാ? ഗോഡക്സിന്റെ കുറച്ചും കൂടി ചെറുത് വരുന്നത് മാജിക് XT കിറ്റ് എന്നിട്ടുണ്ട്, വയർലെസ് മൈക്രോഫോൺ. ഓക്കെ, കുറച്ചും കൂടി ചെറുതാണ്, നല്ല ഫോണാണ്. ഇതിന് 325 dirhams അല്ലേ ഈ സാധനത്തിന്? ഓക്കെ, പിന്നെ വരുന്നത് ഗോഡക്സിന്റെ മോഡൽ ഇത്. പിന്നെ വേറെ ഏതാ വേണ്ടേ? പിന്നെ നമ്മളെ ബോയന്റെ 2 മോഡലുണ്ട്. 2 മോഡൽ. ഇത് നമ്മളെ മറ്റേ ഈ സ്റ്റാർട്ടിങ്ങിൽ വന്ന മോഡൽ. ഈ ഒരു മോഡൽ തന്നെ ഒറ്റ മൈക്കുള്ളത്. അതിന് ശേഷം പിന്നെ മൊബൈലിനും ക്യാമറക്കും പിന്നെ ലാപ്ടോപ്പിന് യൂസ് ചെയ്യാനുള്ള ഒരു ജാക്ക് വരുന്ന 3.5 ഓക്സ് കേബിൾ മോഡൽ വരുന്ന.
ഇതേതാ? ഇത് മറ്റേ മൈക്കിൽ പാട്ടോടുള്ള പാട്ട് പാടുന്ന മൈക്ക്, JBL സ്പീക്കറിനെ കണക്ട് ചെയ്ത് അതെ അതെ അതെ. അത് JBLന്റെ ബൂം ബോക്സ് അങ്ങനത്തെ ഇതെല്ലാം വരില്ല, പാർട്ടി ബോക്സ്, അതിന് യൂസ് ചെയ്യുന്ന മൈക്ക്. പിന്നെ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ ടൈപ്പ് ബോയ ഇറക്കിയതാ, സി ടൈപ്പ് കാര്യങ്ങളൊക്കെ, ടൈപ്പ് മൊബൈലിന് ബിഗിനേഴ്സ് BY V20. ഇതിന് എത്ര പ്രൈസറാ? ഇതിന്റെ 145. 145 ദിർഹംസ് കിട്ടും. അതൊക്കെ രണ്ട് മൈക്കും ചെറിയൊരു റിസീവർ. ഓക്കെ, അപ്പോൾ ഇത് ബോയുടെ പിന്നെ ഇപ്പൊ മൊബൈലിൽ നമ്മളെ ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ സാധാ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം. ക്യാമറക്ക് യൂസ് ചെയ്യാം, മൊബൈലിന് യൂസ് ചെയ്യാം. ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞോ? നമ്മളെ പണ്ടത്തെ സാധനം ഇതിനിപ്പോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിനൊരു 35 ദിർഹംസ്. ഇതാകെ ഒരു മൈക്കേ ഉള്ളൂ, സ്വന്തം ബ്ലോഗിന് മാത്രമേ പറ്റുള്ളൂ ഈ സാധനം. അതിനെ വയർ കുപ്പായത്തിനുള്ളിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് ഒരറ്റ മൈക്ക് ഇവിടെ കുത്തിയിട്ട് പിന്നെ മറ്റേ അറ്റം കേബിൾ ഉണ്ടായിന്. മീറ്റർ കേബിൾ ലെങ്ത് കൂടുതലായിന്, ഏകദേശം 6 മീറ്ററിന്റെ സാധനം, 6 മീറ്റർ കേബിളുള്ള സാധനം. അത് പോരെ, 2 റൂമിന്റെ നീളമുണ്ട്. പിന്നെ നമ്മളെ അതിന്റെ ഡുവലുണ്ട്, ഡുവൽ ഇറങ്ങി. ഡുവൽ ആ സമയത്ത് ഇറങ്ങിണ്ടാവും അല്ലേ? ആ സമയത്തൊന്ന് ക്ലിക്ക് ആയി. അതിനുശേഷം ഇതിന്റെ തന്നെ ഈ ആദ്യം വയറിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ ഈ 3.5 ജാക്കിന് പകരം പിന്നെ ലൈറ്റ്നിങ് വന്ന്, ലൈറ്റ്നിങ് കേബിൾ, ഐഫോണിന്റെ കേബിൾ വന്നിട്ടുണ്ട്. അതിന് C പിൻ വന്ന്, പിന്നെ എല്ലാവരും പിന്നെ വയർലെസ്സിലേക്ക് മാറ്റി, കുറച്ചുകൂടി കൺവീനിയന്റ് ആവാൻ വേണ്ടിട്ട്. അതിന് ശേഷം അതിന് ശേഷമല്ല, നമ്മളെ സ്ഥിരം സാധനം ക്യാമറന്റെ മേലെ ഫിറ്റ് ചെയ്തിട്ട് പ്രോ അല്ലേ? അതെ, ഇതിപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് മറ്റേ ന്യൂസ് ചാനലിലും മറ്റേ ടീമിലെല്ലാം യൂസ് ചെയ്യുന്ന സാധനം. ഇത് ക്യാമറന്റെ മേലെ ഇങ്ങനെ ഫിറ്റ് ചെയ്തതാ. ഈ ക്യാമറന്റെ മുകളിൽ പണ്ട് DSLR ക്യാമറ. എത്ര പ്രൈസ് ഇതിനിപ്പോ റേറ്റ് ഇതിന് 825 ദിർഹംസോളം ഉണ്ട്. 800 ദിർഹംസോ? 825 ഉണ്ട് ഇതിന്. ഇത് പ്രോ പ്ലസ് ആണ്. ആദ്യം പ്രോ ഉണ്ടായി, പിന്നെ പ്രോ പ്ലസ് വന്നു. അന്നേരം ആ ടൈമിന് 1000 മേലുണ്ട്, 1100 ഉണ്ടായി. ഇപ്പൊ 800 സംതിങ് ഉള്ളൂ. 825 ടാക്സും 10 കൊല്ലം വാറന്റിയോ കമ്പനി കൊടുക്കണേ? പക്ഷെ കംപ്ലൈന്റ് ഒന്നും വരൂല. വേറെ പണിയൊന്നും ഇല്ലല്ലോ, കളി റെക്കോർഡ് ചെയ്യൽ മാത്രമല്ല. മൊബൈലും ക്യാമറ ആകുമ്പോൾ ആയിരക്കണക്കിന് പണിയുണ്ടായിന്. അതെ. പിന്നെ മറ്റേ പ്രൊഫഷണൽ സാധനം, ഇത് സൂം, ഇതൊരു സൂം മൈക്ക് അറിയില്ല, സൂം റെക്കോർഡിംഗ് പ്രൊഫഷണൽസ് മറ്റേ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന ക്രിസ്റ്റൽ ക്ലിയർ സാധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൂം മൈക്ക്. ഇത് സൂം H8, ഇതിൽ തന്നെ സൂം H4, H5, H6, പിന്നെ H8 അങ്ങനെ വരുന്നുണ്ട്. ഇത് നല്ല പ്രൈസ് ഇല്ലേ? അറൗണ്ട് 1000. എത്ര ഇതിന്? 1050 ദിർഹംസ്. 1050. പിന്നെ ഇതുപോലത്തെ മൈക്കും ഉണ്ട് വേറെ. ഇത് ഹെഡ്ഫോൺ ഇല്ലേ, ഹെഡ്ഫോൺ പ്ലസ് മൈക്ക്, അടിപൊളി സാധനം അത്. ഇതിന്റെ റേറ്റ് 525 ടാക്സും ഉണ്ട്. നാട്ടിലെ 12,000 വാറന്റി ഉണ്ട് അല്ല. പിന്നെ ഒരു ചെറിയൊരു മൈക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ഇതിൽ തന്നെ ഇതല്ല, ഇത് നമുക്ക് പിന്നെ പറയാം. അതിന്റെ തന്നെ ബോയന്റെ ഒരു പോഡ്കാസ്റ്റിംഗ് മൈക്ക്, ചെറിയ കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യാം, ക്യാമറയ്ക്ക് യൂസ് ചെയ്യാം. M1000 Pro. ഇതിന് ഏകദേശം ഒരു 275 ദിർഹംസ്. 275 ഉള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ പോഡ്കാസ്റ്റിന്റെ മൈക്ക് പറയുകയാണെങ്കിൽ അതിന്റെ റോഡിന്റെ ഒരു സാധനം ഇതാ, ഇത് സിംഗിൾ മൈക്ക്, NT1 5th ജനറേഷൻ ബ്ലാക്ക് സ്റ്റുഡിയോ. ഇതിന് എത്ര? ഇതിന്റെ പ്രൈസ് 725. പിന്നെ പോഡ്കാസ്റ്റ് സെറ്റപ്പ് ഉള്ള മൈക്ക് ഇതാ. ഇത് വേണം. പിന്നെ ഇത് നമ്മൾ അന്ന് വാങ്ങിച്ചതാണ്. ഇതിലിപ്പോ 2 മോഡൽ വരുന്നുണ്ട്. ഇതിൽ വരുന്ന വെച്ചാൽ ഒന്ന് സാധാരണ 3.5 ജാക്കുള്ള USB മോഡലും, പിന്നെ അല്ല നോർമൽ മൈക്കും. ഇതിൽ USB വരുന്നുണ്ട്. ഇത് USB വരുന്നുണ്ടോ? USB ഇറങ്ങാൻ തുടങ്ങി, അതിന് വിലയുണ്ട്. 2 റേറ്റാ. ഈ 2 മോഡലല്ല, അത് 2 മോഡലല്ലേ? ഈ 2 മോഡല് പോഡ് മൈക്ക് തന്നെയാണല്ലോ. അതും സെയിം തന്നെയല്ലേ? സെയിം. ഈ സാധനം അതന്നെ സെയിം സാധനം. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 2 വാങ്ങിച്ചത്. പക്ഷേ ഈ C വരുന്നത് ഇപ്പൊ പുതിയ വന്നല്ല, USB വന്നത് ഇപ്പൊ പുതിയ മോഡലാണ്. നമ്മളെ ലുമിനോ ഫോക്കസ് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ. അതിൽ ഫുൾ റെക്കോർഡ് ചെയ്ത് ഈ സാധനം. പക്ഷെ വേറെ അബദ്ധം പറ്റി. നമ്മൾ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മൈക്കിന്റെ പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ഇന്റർഫേസ് മറ്റേ റോഡിന്റെ അത് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നിട്ട് യൂസുഫായിനെ വിളിച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് സൗണ്ട് കിട്ടിയില്ല. ഞാൻ എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് പൂരത്തെറി ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. നോക്കിയപ്പോ എന്താ സംഭവം, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമായിരുന്നു. അപ്ഡേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല കേട്ടോ. ഞാൻ കേബിൾ തന്നെ എന്ത് തേങ്ങ ഞാൻ ഞെട്ടിയേ. എന്താ പറ്റിയ ഇന്റർഫേസ് ആ സാധനം ഉണ്ടോ? അല്ലടാ, ഡിസ്പ്ലേ ഉണ്ടോ? ഇത് ഞാൻ അന്ന് ഇങ്ങോട്ട് ഞാൻ റോഡിന്റെ ഇന്റർഫേസ് വാങ്ങിച്ചു 2000 ചില്ലാൻ ദിർഹംസ് ആണ് അന്ന്. ഡുവൽ അല്ല, 4 ചാനൽ ഉണ്ട്. അന്ന് ഈ സാധനം ഇല്ലായിരുന്നു. അന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിലാണ് ഇതൊക്കെ വാങ്ങിക്കൊള്ളായിരുന്നു. ഇതിന് പ്രൈസ് കുറവല്ലേ? ഇതിന്
250 ദിർഹംസ്. 250 ദിർഹംസ്. അന്ന് ഞാൻ വാങ്ങിച്ച 2000 ചില്ലാൻ ദിർഹംസിന്റെ സാധനം അന്നല്ലേ? അത് റോഡിന്റെ അല്ലേ? റോഡിന്റെ സ്റ്റോക്ക് ഉണ്ട്. പോഡ്കാസ്റ്റർ പ്രോ, പോഡ്കാസ്റ്റ് പ്രോ. ആ സാധനം ഇങ്ങോട്ട് വാങ്ങിച്ച് ഫുൾ അതിലൊരു അപ്ഡേഷൻ കുറവുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കേബിൾ നീട്ടി വലിച്ച് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ആ യൂസുഫൈനും കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ മോനെ ഒന്നും പറയണ്ട, അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രം. എന്നിട്ട് ആ ഹോളിൽ ആ ക്യാമറൻ്റെ ഇൻബിൽട്ട് മൈക്കിലൂടെ വന്ന സൗണ്ട് വെച്ചിട്ടാണ് ഞാൻ അന്ന് ആ പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യിപ്പിച്ചത്. ഇതിപ്പോൾ ഒരു വീഡിയോ കൊണ്ട് തീരുമോ? ഇഷ്ടംപോലെ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല മൈക്ക്. സൗണ്ട് മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. ഓഡിയോ, അപ്പൊ അതിന് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട ഹോളി ലാൻഡിന്റെ വോയിസ്, ഇതൊക്കെ വയർലെസ് ട്രാൻസ്മിഷൻ സിസ്റ്റം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം വേറെ വേറെ ഐറ്റംസ് ആണ്. പിന്നെ ഇതിൽ വേറെ ഇതാ HP, അത് H അല്ലേ. പിന്നെ മാർസ് 4K എന്ന് പറഞ്ഞ ഐറ്റംസ് ഇതുണ്ട്, വയർലെസ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇതിന് 1050 ദിർഹംസ്. ഇത് ട്രാൻസ്മിറ്റർ മാത്രമാണ് അല്ലേ? ഓഡിയോ ട്രാൻസ്മിറ്റർ. ഇതിന് 1190. 1190 ഇതാ ഈ സാധനത്തിൽ, ഈ സാധനം. പിന്നെ വരുന്നത് അതിന്റെ മാർസ് 4K. ഇതിന് ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1290. എത്രങ്ങാനും സാധനങ്ങൾ അവിടെ ഉള്ളത്. ഓക്കെ, ഇത് പിന്നെ നമ്മളെ പോഡ്കാസ്റ്റിന്റെ സ്റ്റാൻഡ് അല്ലേ? പോഡ് മൈക്കിന്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ. ഇതിലൊക്കെ സൗണ്ട് ഉണ്ടല്ലോ, ഒരു വേറെ ലെവൽ സാധനം. ഇതിന്റെ പ്രൈസ് പറഞ്ഞല്ലോ. ഇതിന് പ്രൈസ് പറഞ്ഞില്ല. 425 ദിർഹംസ് വരുന്നുണ്ട് ഇതിന്റെ മൈക്കിന്. ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട്, 400 ചില്ലാനാണ് വാങ്ങിച്ചത് മൈക്കിന് മാത്രം. പിന്നെ ഇതിന്റെ കൂടെ കേബിളും പോഡ് മൈക്കിന്റെ തന്നെ USB ഉണ്ടല്ലോ. ഇതിന് എത്ര പ്രൈസ്? 690. മറ്റേ 400 സംതിങ്. അത് മറ്റേ കേബിൾ മാത്രമാണ്. വലിയ വലിയ ജാക്കുള്ള സാധനം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പോഡ്കാസ്റ്റിന്റെ റോഡിന്റെ തന്നെ സ്റ്റാൻഡ്. ഈ സാധനം ഞാനന്ന് 2 വാങ്ങി. PS1 ഉണ്ട്, PS1 പ്ലസ് ഉണ്ട്. PS1 ഇവിടെ ഉണ്ടല്ലോ. ചെറിയൊരു സ്റ്റാൻഡും ഉണ്ട്, അവിടെ കാണിച്ചില്ലേ? ഇതിന്റെ പ്രൈസ് എത്ര? അതിന്റെ പ്രൈസാ ഇതിന് 450 ടാക്സ്. പിന്നെ ഒരു മൈക്ക് ഒരു സ്റ്റാൻഡിന് മൊത്തം 900 ദിർഹംസ് ഏകദേശം. പിന്നെ നെക്സ്റ്റ് DS1 എന്ന് പറഞ്ഞ ഡെസ്ക്ടോപ്പ് സ്റ്റാൻഡ്, ഡെസ്കിന്റെ മുകളിൽ വെക്കുന്ന സ്റ്റാൻഡ്. ഈ സാധനം ഇല്ല, ഇത് ഡെസ്കിന്റെ മുകളിൽ. ചിലർക്ക് ഈ ക്ലിപ്പിംഗ് ടൈപ്പ് ഇഷ്ടപ്പെടില്ല. ഇതിന് എത്ര? ഇതിന് 175 അല്ലേ? പിന്നെ നമുക്ക് കുറച്ച് കൊടുക്കാം. PSA1 അത് പ്ലസ്, ഇത് 1. ഇതിന് വില കുറവാ. പക്ഷേ ഇതൊന്നും 350. മറ്റേ അത്ര സ്റ്റൈലില്ല. 200. ഇതിന്റെ സിൽവറും ബ്ലാക്കും രണ്ടും വരുന്നുണ്ട്. ഇതിന്റെ മേലെ കവർ ഉണ്ടോ? PSA1 പ്ലസിന് നമുക്ക് ഫുള്ള് കിറ്റ് ആയിട്ട് തന്നെ വരുന്നത്. PSA1 പ്ലസിന് നമുക്ക് ഇതിന്റെ മേലെ കവർ വരുന്നുണ്ട് അല്ലേ? ബ്ലാക്ക് കവർ വരുന്നുണ്ട്. ഇതല്ല PSA1. PSA1 ഇതിന്റെ മുകളിൽ മേലെ ബ്ലാക്ക് കവർ. അതെ അതെ. പിന്നെ അതിന്റെ മറ്റേ സ്റ്റാൻഡ് ഉണ്ടോ അതിന്റെ അടിയിൽ? യെസ്, കൊളത്താനുള്ള സ്റ്റാൻഡ്. പിന്നെ DJ. മൈക്ക് ഈ ചങ്ങായിമാർ എന്ത് തുടങ്ങിയാലും ഭയങ്കര സെറ്റപ്പിലേ തുടങ്ങുള്ളൂ. ആദ്യം ഡ്രോൺ തുടങ്ങി, പിന്നെ ഡ്രോണിന്റെ ഒരു കളിയായിരുന്നു. പിന്നെ മൈക്ക്, പിന്നെ ഗിംബല്, എല്ലാം പ്രൊഫഷണൽ സാധനം. ആക്ഷൻ ക്യാമറ ഉണ്ട്, പോക്കറ്റ് 3. പക്ഷെ അവര് കറക്റ്റ് കസ്റ്റമർക്ക് എന്താ വേണ്ടുന്നത് അതാണ് ഇറക്കുന്നത്. ഡിജെയില് ഇപ്പൊ നമുക്ക് ഏതൊക്കെ അവൈലബിലിറ്റി ഉള്ളത്? DJ മൈക്ക് മിനി ഉണ്ട്, മൈക്ക് 2 ഉണ്ട്, മൈക്ക് 2 ഉണ്ട്, മിനി ഉണ്ട്. ഇപ്പോൾ ഉള്ളതിൽ 3 മോഡൽ. മിനിയിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. മിനിയിൽ 2 മൈക്ക് ഉള്ളതും ഒരു ട്രാൻസ്മിറ്ററും, പിന്നെ ഒരു റിസീവറും 2 മൈക്കുള്ളതും ഉണ്ട്. പിന്നെ ഒരു മൈക്കും ഒരു റിസീവറുള്ളതുണ്ട്. മൈക്ക് 2 മൈക്ക് മിനിയിൽ 2 ഉണ്ട് ടോട്ടൽ. മൈക്കിൽ ഈ ഡിജെന്റെ മൈക്കിൽ 4 വേരിയന്റ് ഉണ്ട്. ഒരു മൈക്ക് ഇപ്പൊ നമ്മൾ ഈ യൂസ് ചെയ്ത സാധനം സ്റ്റാർട്ടിംഗിൽ ഇറക്കിയ സാധനം. അതെ, മൈക്ക് ഡിജെന്റെ മൈക്ക്. DJ മൈക്ക് ഇപ്പൊ നമ്മുടെ അടുത്തുള്ളതാ. അതാ ഈ സാധനം. അതിന്റെ അപ്ഡേറ്റ് മോഡൽ മൈക്ക് 2. പിന്നെ മൈക്ക് മിനി ഇറക്കി. മിനിയിൽ 2 മോഡൽ. ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവർ ഉള്ളതും, പിന്നെ 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവർ ഉള്ളതും. ഡുവൽ മൈക്ക്, സിംഗിൾ മോന്റെ ഭാഷ പറഞ്ഞ അങ്ങനെ. നമ്മളെ പോലെ പ്രൊഫഷണൽ പ്രോ ആയിട്ട് പറയുമ്പോൾ മൈക്കിന് പകരം ട്രാൻസ്മിറ്റർ എന്നൊക്കെ പറയും. പിന്നെ ഒരു ഐറ്റം ഉണ്ട്, ബോയന്റെ ഒരു കിടിലൊക്കെ ഇത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറ, മൊബൈൽ, ലാപ്ടോപ്പ് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അതിൽ 3.5 ജാക്ക് ഉണ്ടാവും, C-പിൻ ഉണ്ടാവും, ലൈറ്റ്നിങ് ജാക്കും ഉണ്ട്. ഐഫോണിന്റെ ലൈറ്റ്നിങ് ഉണ്ടാവും. ഇതിനെത്ര പ്രൈസ്? ഇതിന്റെ 350, 350 ഇങ്ങനെ എടുക്കാൻ നമുക്ക് ഇരിക്കും പറയും. ഓക്കെ, അപ്പോ ബോയന്റെ കുറെ കളക്ഷൻ ഉണ്ട്. ബോയന്റെ ഒരുപാട് മോഡൽ ഉണ്ട്. ഇതെല്ലാം ബോയന്റെ മൈക്കുകളാണ്. ഇതെല്ലാം ബോയന്റെ മൈക്കുകൾ, ചെറിയ ചെറിയ മൈക്കുകൾ എല്ലാ സാധനം. ഇതിൽ തന്നെ C-പിൻ ഉണ്ട്, പിന്നെ ലൈറ്റ്നിങ് ഉണ്ടാവും, പിന്നെ ഡുവൽ മൈക്ക്, ചാർജിങ് കേസ് എല്ലാം ഉണ്ട് ഇതിന്റെ കൂടെ. പിന്നെ വരുന്നതാണ് ഇത്
ഇത് വേറെ ഒരു മോഡൽ, കുറച്ച് കോമ്പാക്ട് ആയിട്ടുള്ളത്, ചെറിയത്, സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റിസീവർ, ഒരു മൈക്ക്. ഇതിൽ തന്നെ ഡുവലും വരുന്നുണ്ട്, 2 മൈക്കും. ഇതിന്റെ പ്രൈസ് എത്ര? ഏതാ ഇതിന്റെ പ്രൈസാ? ഇതിന് 150 ചെറിയ അതിന്റെ സിംഗിളിന് വരുന്നത്, സിംഗിളിന് 105. ഡി ജെയിൽ അങ്ങനെ ഇറക്കില്ല അവർ, കുറെ അങ്ങനെ കൂടുതൽ കളക്ഷൻ ഒന്നും ഇറക്കിയിട്ടില്ല. അവർ വേണ്ടുന്ന സാധനം കുറച്ച് ഇറക്കിന്. ഇത് വേറൊരു മോഡൽ, ഇത് കുറച്ചും കൂടി കോമ്പാക്ട് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട്. ഇതിന് എത്ര പ്രൈസ്? അതിന് മോഡൽ ഏതാ? 215. ആ ഓക്കെ. പിന്നെ ഇതാ വേറൊരു മോഡൽ. ഇതെല്ലാം ഇതിന്റെ വേറെ വേറെ വേരിയന്റ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ബോക്സിന്റെ ഷേപ്പ് മാറും, മൈക്കിന്റെ ചെറിയ ചെറിയ വ്യത്യാസം, ബിറ്റ് കുറഞ്ഞു. DJ മൈക്കിന്റെ പ്രൈസ് ഒക്കെ പറയും. ഏതാ വേണ്ടത്? DJ മൈക്ക് 2 ഫസ്റ്റ് മിനി സിംഗിൾ എടുക്ക്. മിനി സിംഗിൾ DJ മിനി ഇതിന് 290. ഒറ്റ ട്രാൻസ്മിറ്ററും ഒറ്റ റിസീവറും. യെസ്. DJ മിനി മൈക്ക് മിനി 2 സെയിം അല്ല, അത് മിനി മൈക്ക് മിനി തന്നെയാണത്. ഇത് മൈക്ക് മിനി, അത് സിംഗിൾ ട്രാൻസ്മിറ്ററും സിംഗിൾ റിസീവർ ഉള്ളത്. ഇത് 2 മൈക്ക്, ഒരു റിസീവറും 2 ട്രാൻസ്മിറ്റർ ഉള്ളത്, അതായത് 2 മൈക്കും 1 റിസീവറും. ഇതിന്റെ പ്രൈസ് എത്ര? ഇതിന്റെ ഒരു മിനിറ്റ്, ഇതിന്റെ റേറ്റ്. ഷംസിന്റെ എല്ലാ മൈൻഡൊക്കെ ഔട്ടാണ്. കാരണം പണ്ടൊക്കെ എല്ലാത്തിനും പ്രൈസ് അറിയാം, ഇപ്പോൾ എല്ലാത്തിനും ആൾക്കാർ നിർത്തി. ഇപ്പൊ ഇർഫാനാണ് നമുക്ക് മൈക്ക് പറഞ്ഞു തരുന്നത് അല്ലേ? മൈക്കിന്റെ പ്രൈസ്, മൈക്കിന്റെ ഇതിന് എത്രയാണ്? 490. മൈക്ക് മിനി 2 മൈക്കും 1 ട്രാൻസ്മിറ്റർ റിസീവർ ഉള്ളതിന് 490. പിന്നെ 1 റിസീവറും 1 മൈക്കുള്ളതിന് 290. പിന്നെ മൈക്ക് മിനി, പിന്നെ വേറെ തന്നെ ഡിജെന്റെ മൈക്ക് 2 ആണോ മിനിയാണോ ആദ്യം ഇറങ്ങി? മൈക്ക് 2 ഇറങ്ങി. പിന്നെ ഇത് വലുപ്പമുള്ളത്, ഇത് അകത്തൊക്കെ കാണുന്ന രീതിയിൽ, ഉള്ളിലോട്ടൊക്കെ കാണുന്ന രീതിയിലുള്ള ഇതിന്റെ ഡിസൈൻ. ഇതിന്റെ പ്രൈസ് എത്ര? ഇർഫാൻ ഇതിന്റെ പ്രൈസ് സിംഗിൾ അല്ല, സിംഗിൾ അല്ല 650. സിംഗിൾ എനിക്കറിയാം 650. പിന്നെ അതിന്റെ ഡബിൾ ഉണ്ട്, മൈക്ക് 2 ഡുവൽ. ഇതാ ഈ സാധനം 1099. തള്ളി വിടുന്നത്. അത് 1050 കൊടുക്കാം. എത്ര ഇർഫാനെ? ഇർഫാൻ പറയട്ടെ, ഓനെടുത്താ പറയ്. 1050 ലാസ്റ്റ് പ്രൈസ്. റോയൽ സാധനം ഉണ്ടല്ലോ, റോഡിന്റെ ഉണ്ട്, ഹോളിലാൻഡിന്റെ ഉണ്ട്. സാധനം മോണോപ്പൊളി. ഇത് റോഡിന്റെ, ഇത് ലാർക്ക് M2 ഡുവൽ, അതിന്റെ 2S Mark 2S. ഇതാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ്. ഹോളിലാൻഡ് അല്ലല്ലോ, ഹോളിലാൻഡ് ഏറ്റവും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകുന്ന മോഡൽ ഇതാ. ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 345 ദിർഹംസ്. ഓക്കെ. M2 ലാർക്ക് M2. ഓക്കെ. S-ന് 375, ലാർക്ക് M2 345. ഓക്കെ. ഡിജെന്റെ ഇപ്പൊ നമ്മൾ ഫുള്ള് കഴിഞ്ഞ് ഇപ്പൊ ഹോളിലാൻഡ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഹോളിലാൻഡ് ലാർക്ക് M2, അതായത് ലാർക്ക് A1. ഇത് ലൈറ്റനിങ്ങും പിന്നെ സി ഉള്ളത്. അതായത് 1 ട്രാൻസ്മിറ്റർ 1 മൈക്കാണ് ഉള്ളതിന്, അല്ല 2 മൈക്കും ട്രാൻസ്മിറ്റർ. ഓക്കെ. ഇത് ഡബിൾ അല്ലേ? ഇത് ഡബിൾ. ഇതിലെല്ലാം ലൈറ്റനിങ്ങും ഉണ്ട്, സിപിനും ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് 250 ദിർഹംസ്. 250 പ്ലസ് വാറ്റ്. പിന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ആക്കും. ഇതെല്ലാം സെയിം സാധനം തന്നെയാണ്. പിന്നെ അതിലല്ല, അത് ചോദിച്ച സാധനം വേണ്ടേ? ഞാൻ ചോദിച്ച പറയാം. A1 സി മാത്രമുള്ളത്, ഇതിനെത്ര? ലാർക്ക് A1 ഐഫോണും സിയും എല്ലാം ഉള്ള ടൈപ്പാണിത്. ഇതിന്റെ പ്രൈസ് എത്ര? ഇതിന്റെ 250. ഓക്കെ. ഇനി അതിൽ സി മാത്രമുള്ളത് ഇതിനെത്ര? 190. ഓക്കെ, അങ്ങനെ വരട്ടെ. ഇനി ഹോളിലാൻഡ് ലാർക്ക് M2, ഈ സാധനം ക്യാമറക്കുള്ളത്. ഇത് ഐഫോണും ഇപ്പൊ ഐഫോണിൽ സി ആണ്, പിന്നെ മറ്റേ പണ്ടത്തെ ഐഫോണിലും ഉണ്ട്. 2 മൈക്ക്. ഇതിന്റെ പ്രൈസ് എത്ര? 345. ഈ സാധനം പ്രൈസ് DJ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഇപ്പോൾ കുറവാണ്. ഇതിന് നല്ല സൗണ്ടാണ്, അടിപൊളി സൗണ്ടാ. ഓക്കെ. പിന്നെ ഇതാണ് നമ്മളെ ബട്ടൺസിന്റെ അത്ര വലുപ്പം, മറ്റോ ബട്ടൺസിന്റെ അത്ര വലുപ്പമുള്ളൂ, പക്ഷേ അതിനേക്കാളും ഹൈഡാക്കി വെക്കാൻ പറ്റും. ഇതിൽ സി ഉള്ളതുകൊണ്ട് ഐഫോണിന്റെ പഴയ കേബിളുള്ളതുണ്ട്. 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ഉള്ളത്. ഇതിൽ സി മാത്രമുള്ളതിന് എത്രയാണ്? 365. രണ്ടും കൂടി ഉള്ളതോ? 435. ഓക്കെ. റോഡുണ്ട്. റോഡ് നമ്മൾ മറക്കാൻ പാടില്ല, നമ്മളെ പണ്ടത്തെ സാധനം. റോഡ് ഗോ ടു വയർലെസ് ഗോ ടു അല്ലേ? ചെറിയ മൈക്ക് ഉണ്ട്, ഇതിന്റെ കോമ്പാക്ട് മൈക്ക് ഉണ്ട്. ഇത് പിന്നെ ക്യാമറക്ക് മാത്രമേ പറ്റുള്ളൂ. 825 ഇപ്പോഴും ഉണ്ട് ഈ പ്രൈസ്. ഇത് എന്താ പ്രൈസ്? ചില്ലറ ഉണ്ടായിട്ടില്ല റേറ്റ്. ഗോ ടു ആണ് ഇത്. ആദ്യം ഗോ ഇറങ്ങി, പിന്നെ ഗോ ടു ഇറങ്ങി. പിന്നെ ഉള്ളത് അതിന്റെ പ്രോയും കൂടി ഇറങ്ങി. പ്രോ ഇറങ്ങി.
അല്ല ഇത് ഗോ ഇറങ്ങി, ഗോ ജസ്റ്റ് ഗോ. ഇത് പ്രോ. ഇത് പ്രോ. ആ, ഇപ്പോൾ ഗോൻ്റെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ചെറിയ സൈസ് ആക്കിയിട്ട് ഇറക്കിയതാണ്. ഇതിനും വില അത്രയും ഉണ്ട്. ഇത് ഡുവൽ മൈക്കാണ്. ഡുവൽ മൈക്ക്. അപ്പോൾ ഇത് വയർലെസ് ഗോ ഇത് 3 അല്ലടാ വരുന്നത്, 1050. 1050. അപ്പോൾ ഗോ 2, ഗോ 3 പിന്നെ പ്രോ, ഈ 3 മോഡലാണ് ഉള്ളത്. ഇതിലെവിടെ ഗോ 3 അല്ല, അത് തേർഡ് വേർഷനാണ്, തേർഡ് ജനറേഷൻ. ജനറേഷൻ 3 എഴുതിയിട്ടുണ്ട്. തേർഡ് ജനറേഷൻ. ഓക്കെ, വയർലെസ് പ്രോ. വയർലെസ് പ്രോ ഇത് പറഞ്ഞില്ല, ഇതിന്റെ പ്രൈസ്. ഇതിന്റെ പ്രൈസ് എത്ര? ഇനി 1190. 1190. നമ്മുടെ നാട്ടിലൊക്കെ 1190 എന്നാ പറയാ. ഓക്കെ, എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ ഓക്കെ. അപ്പം ഇത് പിന്നെ നമ്മളെ മൈക്ക് മറ്റേ സാധനം. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ റോഡിൻ്റെ വാങ്ങിക്കില്ല. അപ്പോൾ എന്നാൽ എന്നെ റോഡിൻ്റെ കാണിച്ച് നിന്നെ വീഴ്ത്താൻ വേണ്ടി നോക്കി. ഞാൻ എന്ത് ചെയ്ത് ഇവിടെ വേറൊരു സാധനം ഉണ്ട്, ബ്രാൻഡ് അല്ലാത്ത ആ സാധനം വാങ്ങിച്ച്. അതിന് എനിക്ക് എത്ര 60 എത്ര റോഡിന്റെ ക്വാളിറ്റി പറയൂ, ഇതിന്റെ അല്ല, ബില്ല് ക്വാളിറ്റി സംഭവമാണ്. പിന്നെ ഈ റോഡ് എന്ന് കാണുമ്പം ഒരു വ്യൂവില് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കാണുമ്പോൾ മെറ്റീരിയൽസിൽ വ്യത്യാസം. ഓക്കെ, ഇതിന് എത്ര പ്രൈസ്? അപ്പം ഇതിന് 110. 110 മറ്റേന്റെ ഇരട്ടി വില. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പിന്നെ ഇവിടെയുള്ള കുറച്ച് മൈക്കുകൾ ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞോ, ഇതൊക്കെ പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളെ USB മൈക്രോഫോൺ നമ്മളെ കമ്പ്യൂട്ടറുമ്പോൾ കണക്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള സെറ്റ്. ഇതിലൊന്നും സെറാമോണിക് ഉണ്ട്, മിസ്റ്റർ സെറാമോണിക്. സെറാമോണിക്, യെസ്. ഇത് മറ്റേ പക്ക പ്രൊഫഷണൽ, നമ്മൾ കുപ്പായത്തിന്റെ ബാക്കിൽ വെച്ചിട്ട് പൊന്തിക്കും. ഈ സാധനം എൻ്റെ അടുത്തുണ്ട്, ഇത് ഞാൻ വാങ്ങി. ഇതിനെ പറ്റിച്ചൊന്നല്ല, ഈ സാധനം പൊളി സാധനം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ലോഗോ എല്ലാം മാറ്റാം. ഇത് സെറാമോണിക്കിന്റെ ബ്ലിങ്ക് മീറ്റ്. സെറാമോണിക്കിന് വേറെ കുറെ ബ്ലിങ്ക് ബീറ്റു. അതെ, ഈ സാധനം നമുക്ക് ഒന്നും കൂടി അടുത്ത ഒരു അപ്ഡേഷനും കൂടി ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വൃത്തിയിൽ ചെയ്യാം. ഇതിപ്പോ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളം. ഇതിന് എത്ര പ്രൈസ്? ഇതിന് 650, 650. ഓക്കെ. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ വെക്കണ USB മൈക്രോഫോൺ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ബോയന്റെ ഉണ്ടല്ലോ, നേരത്തെ പോഡ്കാസ്റ്റ് സെറ്റപ്പിൽ പോകുന്നത്. എന്താ ബോയ K3. ഇതിന്റെ പ്രൈസ് എത്ര? അതിൻ്റെ 150 റംസ് അല്ലേ? ഇതിന് 195. 195. ഹോളിലാൻഡിൽ തന്നെ നമ്മൾ വിട്ടുപോയ സാധനമാണ് ഈ സാധനം. ബ്ലാക്ക്. ഇതിന് എത്ര പൈസ? 850 dirhams. 850. ഇതിലുള്ളത് ക്യാമറ, മൊബൈല് രണ്ടിനും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സാധനം സെറ്റ്. പിന്നെ അതെ, ഇതിന്റെ കൂടെ 2 ഇങ്ങനത്തെ മൈക്കുണ്ട്, കേബിള്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഇത്രയെന്ന് പറഞ്ഞാൽ ഇതന്നെ പോരെ. ഏത് ടൈപ്പ്, പല തരത്തില്, പല ജാതിയിൽ നമ്മളെ അടുത്ത് സാധനം ഉണ്ട് അല്ലേ ശംസി? അപ്പൊ അടുത്ത നമ്മളെ വീഡിയോ എന്താ ചെയ്യണേ? നമുക്കിനി ഫ്ലാഷ് ചെയ്യാണ്ട്, സോഫ്റ്റ് ബോക്സ് ചെയ്യാണ്ട്, പിന്നെ വേറെയും കുറെ. ഇതിപ്പോ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ആദ്യം ചെയ്തെന്നുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യാണ്ട്. നമ്മൾ സബ്സ്ക്രൈബർ കമന്റ് ഇട്ടിരുന്നു മൈക്കിന് എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കറിയാം. ഓക്കെ, ഇപ്പോ ഫ്ലാഷിന് ചെയ്യാനുണ്ട്. പിന്നെ ഈ ഫിൽറ്ററുകളില്ലേ, ND ഫിൽറ്റർ, പിന്നെ മെമ്മറി കാർഡിന്റെ യൂസ്, മെമ്മറി കാർഡിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ആക്സസറീസ്, ഈ സോഫ്റ്റ് ബോക്സ്, കുറച്ച് സോഫ്റ്റ് ബോക്സ് ഐറ്റംസ്. പിന്നെ ഈ മൈക്ക് എന്ന് പറയുന്നത് മെയിൻ ഒരു ഇമ്പോർട്ടന്റ് ആണ് വീഡിയോയിൽ. അതുകൊണ്ടാണ് ഇത്രയും ബ്രാൻഡിന്റെ ഇത്രയും കളക്ഷൻസ്. അല്ലെങ്കിൽ ക്യാമറയിൽ ഇൻബിൽഡ് മൈക്ക് അത്ര വലിയ ക്വാളിറ്റി ഉള്ള സാധനമല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ യൂസുബൈന്റെ ഇന്റർവ്യൂ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി എന്നുള്ളത്, ആ സൗണ്ടിന്റെ ക്വാളിറ്റി. ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ സ്പാസിയോലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് വാട്സപ്പിൽ ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്. നമ്മൾ വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും മാക്സിമം റിപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നേരിട്ട് വന്നോ? ബർദുബായിൽ അൽഗുബൈ മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് നമ്മള് സ്പാസിയോ ഷോപ്പ് കിടക്കുന്നത്. ജസ്റ്റ് വാട്സാപ്പിൽ ലൊക്കേഷൻ ഉണ്ടാവും. വലിയ പർച്ചേസ് ആണെങ്കിൽ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി പോന്നാലേ നമുക്ക് ലാഭമാണ് അല്ലേ? പിന്നെ നാട്ടിൽ ഡെലിവറി കൊടുക്കുന്നുണ്ട്. നാട്ടിലുണ്ടോ ഡെലിവറി? ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കാനുള്ള ആൾക്കാരെ പോലെ അറേഞ്ച് ചെയ്യണം. ഇല്ല, ഞാൻ പോയിക്കോളൂ. പിന്നെ കുറെ ആൾക്കാർ ഡ്രോണിന്റെ കാര്യങ്ങൾ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കീപ് മെസ്സേജിങ് ഗൈസ്. ഞാൻ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓരോ എന്തായാലും വാട്സപ്പിലും റിപ്ലൈ കണ്ട എന്തായാലും മെസ്സേജിന് റിപ്ലൈ തരും. മെസ്സേജ് കണ്ടാൽ എന്തായാലും റിപ്ലൈ തരും. അതെ, മെസ്സേജ് കണ്ടാൽ എന്തായാലും ഒരു റിപ്ലൈ. ഒരാളാണ് ചെയ്യുന്നത്, എല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നേരെ വന്നു, നിങ്ങളൊന്ന് ജസ്റ്റ് വന്നിട്ട് നിങ്ങൾ വന്ന് പ്രൈസ് നോക്കിയിട്ട് തന്നെ സാധനം എടുത്താൽ മതി. ഓക്കെ, വേറെ കമ്പയർ ചെയ്തിട്ട് തന്നെ എടുത്തോ. കാരണം നമ്മൾ പ്രൈസ് മാക്സിമം നല്ല പ്രൈസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നല്ല സാധനം, നല്ല ക്വാളിറ്റി, അത് നമ്മളൊരു കോംപ്രമൈസും ഇല്ല. സ്റ്റോക്ക് മാത്രമേ ഞാൻ ഇപ്പോൾ ഡീൽ ചെയ്യുന്നു. ബർദുബായിൽ ഡീലർ 2 ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. സാധാരണ എല്ലാ മാർക്കറ്റിലും ഉണ്ട്.
അപ്പോൾ നമ്മൾ മാക്സിമം ഡീലർ ത്രൂ മാത്രമാണ് എല്ലാ വാറന്റിയുള്ള സാധനം മാത്രമേ നമ്മൾ കൊടുക്കൂ. കസ്റ്റമർ ഇപ്പോൾ നമുക്ക് പെർമനന്റ് കസ്റ്റമറേ ഉള്ളൂ, ഈ റെഗുലർ ആയിട്ട് വരുന്ന കസ്റ്റമർ. വീഡിയോ നമ്മളിങ്ങനെ ഇരുന്നിട്ട് വലിയ സെറ്റപ്പിൽ പോഡ്കാസ്റ്റിലൊക്കെ ഇരിക്കാൻ നോക്കിയാൽ ഷംസി ഇരുന്നിട്ട് ഒരു സ്ഥലത്ത് ഉറക്കണില്ല, സാധനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അതെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി ചെയ്യാനുണ്ട്. ഫ്ലാഷ്, സോഫ്റ്റ് ബോക്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.